തിരുവനന്തപുരം വിതുരയിൽ ഗുരുതരാവസ്ഥയിലായ ആദിവാസി യുവാവിനെയും കൊണ്ടുപോയ ആംബുലൻസ് തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ആംബുലൻസ് തടഞ്ഞതിനാലാണ് ആദിവാസി യുവാവ് ബിനുവിന്റെ ജീവൻ നഷ്ടമായതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ബിനുവിന്റെ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി വി ജോയ് ആവശ്യപ്പെട്ടു. ആസിഡ് കഴിച്ച് ഗുരുതരാവസ്ഥയിലായ ബിനുവിനെ ഇന്നലെ ഉച്ചയ്ക്ക് 2:30യോടെയാണ് വിതുര ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. എത്രയും വേഗം രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. ബിനുവുമായി മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെടുന്നതിനിടെയാണ് ആംബുലൻസ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ തടഞ്ഞത്. പ്രതിഷേധം കാരണം ബിനുവിനെ ആശുപത്രിയിലെത്തിക്കാൻ അരമണിക്കൂർ വൈകിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മെഡിക്കൽ കോളേജിൽ വെച്ച് പിന്നീട് മരണപ്പെട്ടു. ബിനു ആസിഡ് കഴിച്ചു എന്ന് വെച്ചുകൊണ്ട് അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടെ ഒരു ഓട്ടോയിൽ വിളിച്ച് വിതുര ഹോസ്പിറ്റലിൽ എത്തിച്ചു. വിതുര ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവിടുത്തെ പ്രാഥമിക ചികിത്സ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞ് അടിയന്തരമായി മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. ഈ കോൺഗ്രസിൻ്റെ വിതുര മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകർ ആംബുലൻസിന് കുറുക്കെ നിന്ന് ആംബുലൻസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ 10-20 മിനിറ്റോളം അവർ പ്രതിഷേധം നടത്തുകയും ബന്ധുക്കൾ പറഞ്ഞിട്ട് പോലും അവർ ഇത് വിസമ്മതിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധം നടത്തിയത്. 20 മിനിറ്റിനുള്ളിൽ ബിനുവിനെ അവിടെ എത്തിച്ചിരുന്നുവെങ്കിൽ ഇവരെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിതുരത്തെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളാണ്. ബിനുവിന്റെ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകി. ഞാൻ പക്ഷേ അറിയുന്നത് വൈകിട്ട് മരിച്ചു എന്ന നിലയിലാണ് ഞാൻ അറിയുന്നത്. കോൺഗ്രസ് ആരായാലും ഏത് പാർട്ടിക്കാരായാലും ഒരു ജീവനെ സംബന്ധിച്ച് വരാൻ നേരത്ത് ആംബുലൻസിനെ തടയുന്നത് ശരിയായ കാര്യമല്ല. അത് പരാതി കൊടുക്കണം. അല്ല, ഒരു ജീവന്റെ കാര്യത്തിന് അത് പരാതി കൊടുത്തേ പറ്റുള്ളൂ. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു. ആംബുലൻസ് തടഞ്ഞതാണ് ഏറ്റവും വളരെ പാവപ്പെട്ട ഒരു ആദിവാസി യുവാവിന് ജീവൻ നഷ്ടമായത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.